മിശിഹാകർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാകർത്താവേ. മാലാഖമാരും തുല്യങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരും തുല്യങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, പരിശുദ്ധൻ 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 കർത്താവേ, പരിശുദ്ധൻ മിശിഹാകർത്താവേ. പരിശുദ്ധ പരമാധികാരത്തിന് എന്നേരവും ആരാധനയും സ്നേഹപുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരത്തിന് എന്നേരവും ആരാധനയും സ്നേഹപുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരത്തിന് എന്നേരവും ആരാധനയും സ്നേഹപുകഴ്ചയുണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ സന്നിധിയിലായിരിക്കാം. നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ഒരു സമയം മറ്റെല്ലാം കൊണ്ട് നമുക്ക് ഈശോയോട് ഒപ്പമായിരിക്കുവാനുള്ള സമയമാണെന്ന് ഓർത്തുകൊണ്ട് ഈശോയെ നമ്മുടെ ഹൃദയത്തിലോട്ട് സ്വീകരിക്കുകയും ഇവിടെ അപ്പത്തിന്റെ രൂപത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ നോക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഈശോയുമായി പങ്കുവയ്ക്കുവാനുള്ള അവസരമാണ്. നമുക്ക് ഒത്തിരിയേറെ ഈശോയുമായി സംസാരിക്കാനുണ്ട്, ഈശോയിൽ നിന്ന് കേൾക്കുവാനുണ്ട് എന്നോർത്തുകൊണ്ട് തന്നെ ഈശോയുടെ സന്നിധി നമുക്ക് ആഗ്രഹിക്കാം. നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെ മഹത്വപ്പെടുത്തുവാൻ, ഈശോയോട് കൂടെ ആയിരിക്കുവാൻ, ഈശോയോട് ഒപ്പമായിരുന്നുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ ദിവ്യരഹസ്യങ്ങളിലൂടെ ജപമാലയുടെ രഹസ്യങ്ങളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഓർക്കാം, പരിശുദ്ധ അമ്മ നമ്മളെ ഈശോയുടെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ഓർത്തുകൊണ്ടാണ് നമ്മൾ ഈ ജപമാല ഇവിടെ നമ്മൾ ആരംഭിക്കുന്നത്. പരിശുദ്ധ അമ്മ, ഞാൻ ചൊല്ലുന്ന ഈ ജപമാലയുടെ കുറവ് എനിക്ക് ഈശോയുടെ ഈ ഒരു പീഡാനുഭവ രഹസ്യങ്ങളെ, ദുഃഖത്തിന്റെ രഹസ്യങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ വരുന്ന അസ്വസ്ഥതകളും അതിന്റെ കുറവുകളും എല്ലാം പരിശുദ്ധ അമ്മയുടെ യോഗ്യതയോടെ അതിലൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോൾ അത് എനിക്ക് ഈശോയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമായി അത് തീരും എന്ന് നമുക്ക് ഓർക്കാം. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കാനായി ഒരുങ്ങുമ്പോൾ ഇന്നേ ദിവസം നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മദർ തെരേസ യൂണിറ്റിലെ 15 കുടുംബങ്ങളെ നമുക്ക് ഓർക്കാം. എബ്രഹാം ടി.സി. and family, Dallas Joseph and family, George Chaco and family, Jacob Anthony and family, Georgian Chaco and family, Joji M. Joy and family, Joy Chaco and family, Joy Varil and family, Raju Philip and family, Ronald Anthony and family, Navi Raju and family, Shilpin Devasi and family, Sumesh Jose and family, Thomas Anthony and family, Chandani and family. നമുക്ക് ഈ കുടുംബങ്ങളെ ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കാം. ഇവരുടെ നിയോഗങ്ങളെ നമ്മൾ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, ഓരോ മണികളും നമ്മൾ ഉരുട്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഈ കുടുംബത്തെ സമർപ്പിക്കാം. അവരെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ധാരാളം അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി വീണ്ടും ഈ മാസത്തെ പരിശുദ്ധ അമ്മയോട് കുറച്ചുകൂടെ ഭക്തിയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം അത് ഈശോയിലോട്ട് നമ്മളെ എത്തിക്കും എന്ന കാര്യം കൂടി നമുക്ക് ഓർത്തുകൊണ്ട്
ഈ കുടുംബങ്ങളെയും അവരുടെ നിയോഗങ്ങളെയും ഒരിക്കൽ കൂടി ഈശോയുടെ സന്നിധി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. ആത്മാവിലാശവീശുന്ന മോഹന ദിവ്യദാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ പുരുഷന്റെ അടയാളത്താൽ ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മറിഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമായ ദൈവമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും. ആമേൻ. ത്രികാല ജപം. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മറിഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമായ ദൈവമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമായ ദൈവമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമായ ദൈവമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരസ്വേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോമിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ ദേവമാതാവിന്റെ ജപമാല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രാരംഭ പ്രാർത്ഥന. അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ, നീചനും നന്ദിഹീനും പാപിയുമായ ഞാൻ അനന്തമഹിമ പ്രതാപത്തോടുകൂടി നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ അയോഗ്യനാകുന്നു. എങ്കിലും നിന്റെ അറുതിയില്ലാത്ത ദയയിൽ ശരണപ്പെട്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതു ഭക്തിയോടുകൂടി ചൊല്ലി അന്യചിന്തകൾ കൂടാതെ നിറവേറ്റാൻ കർത്താവെ സഹായം ചെയ്യണമേ. വിശ്വാസ പ്രമാണം. I believe in God the Father Almighty, creator of heaven and earth. I believe in Jesus Christ, his only Son, our Lord, who was conceived by the power of the Holy Spirit and born of the Virgin Mary. He suffered under Pontius Pilate, was crucified, died, and was buried. He went down to death. On the third day he rose again. He ascended into heaven, and he sitteth at the right hand of the Father. He will come again to judge the living and the dead. I believe in the Holy Spirit,
the Holy Catholic Church, the remission of sins, the forgiveness of sins, the resurrection of body and life everlasting. Amen. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപവും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമ്മേ, ഞങ്ങൾ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ബലം ചെയ്യുന്നതിന് അങ്ങേ തിരുകുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമ്മേ, ഞങ്ങൾ ദൈവശരണം എന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുകുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധാത്മാവ് ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ളവളായിരിക്കുന്ന പരിശുദ്ധ മറിയമ്മേ, ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുകുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദുഃഖത്തിന്റെ രഹസ്യങ്ങൾ. ഒന്നാം രഹസ്യം, ഈശോ ഗത്സമനയിൽ തീവ്രവേദനയോടെ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഗത്സമനയിൽ പ്രാർത്ഥിക്കുമ്പോൾ രക്തം വിയർത്തതിനെ കുറിച്ച് ധ്യാനിക്കാം. ലോക പാപങ്ങൾക്ക് പരിഹാര ബലിയായി തീരുന്നതിനെതിരായ പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാൻ രക്തം വിയർക്കുവോളം പ്രാർത്ഥിച്ച് യേശുവിന്റെ യോഗ്യതയാൽ തീഷ്ണമായ പ്രാർത്ഥനാ ജീവിതം വഴി ലോകമോഹങ്ങൾക്ക് അടിമപ്പെടാതിരിക്കാനുള്ള കൃപ എനിക്ക് ലഭിക്കാൻ വേണ്ടി ദൈവമാതാവെ പ്രാർത്ഥിക്കണമേ. Our Father who art in heaven, hallowed be thy name. Thy kingdom come, thy will be done on earth as it is in heaven. Give us this day our daily bread, and forgive us our trespasses, as we forgive those who trespass against us. And lead us not into temptation, but deliver us from evil. Amen. Hail Mary, full of grace, the Lord is with you. Blessed are amongst women, and blessed the fruit of thy womb, Jesus. Holy Mary, Mother of God, pray for us sinners now and the hour of our death. Amen. Hail Mary, full of grace, the Lord is with you. Blessed are amongst women, and blessed the fruit of thy womb, Jesus. Holy Mary, Mother of God, pray for us sinners now and the hour of our death. Amen. Hail Mary, full of grace, the Lord is with you. Blessed are amongst women, and blessed the fruit of thy womb, Jesus. Holy Mary, Mother of God, pray for us sinners now and the hour of our death. Amen. Hail Mary, full of grace, the Lord is with you. Blessed are amongst women, and blessed the fruit of thy womb, Jesus. Holy Mary, Mother of God, pray for us sinners now and the hour of our death. Amen. Hail Mary, full of grace, the Lord is with you. Blessed are amongst women, and blessed the fruit of thy womb, Jesus. Holy Mary, Mother of God, pray for us sinners now and the hour of our death. Amen. Hail Mary, full of grace, the Lord is with you. Blessed are amongst women, and blessed the fruit of thy womb, Jesus. Holy Mary, Mother of God, pray for us sinners now and the hour of our death. Amen. Hail Mary, full of grace, the Lord is with you. Blessed are amongst women, and blessed the fruit of thy womb, Jesus. Holy Mary, Mother of God, pray for us sinners now and the hour of our death. Amen. Hail Mary, full of grace, the Lord is with you. Blessed are amongst women, and blessed the fruit of thy womb, Jesus. Holy Mary, Mother of God, pray for us sinners now and the hour of our death. Amen. Hail Mary, full of grace, the Lord is with you. Blessed are amongst women, and blessed the fruit of thy womb, Jesus. Holy Mary, Mother of God, pray for us sinners now and the hour of our death. Amen. Hail Mary, full of grace, the Lord is with you. Blessed are amongst women, and blessed the fruit of thy womb, Jesus. Holy Mary, Mother of God, pray for us sinners now and the hour of our death. Amen. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, ദയാർദ്ദയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം രഹസ്യം, ഈശോ ചമ്മട്ടിയടി ഏൽക്കുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹ പീലാത്തോസിന്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടതിനെ കുറിച്ച് ധ്യാനിക്കാം. ലോകത്തിന്റെ പാപപരിഹാരത്തിനായി തിരുശരീരം തകർക്കപ്പെടാൻ വിട്ടുകൊടുത്ത യേശുവിന്റെ യോഗ്യതയാൽ പരിത്യാഗ പ്രവർത്തികളിലൂടെ ശുദ്ധത പാലിക്കുന്നതിനാവശ്യമായ ആത്മസംയമനം നേടാനായി ദൈവമാതാവെ എന്നെ സഹായിക്കണമേ.
സർവ്വസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സത്തിലെ പോലെ ഭൂമിയിലും ആണമേ. ഞങ്ങളുടെ ആഹാരം തരണമേ, ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ചിരുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മറിഞ്ഞറിയമേ, സുസ്ഥികർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ പാപങ്ങളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മറിഞ്ഞറിയമേ, സുസ്ഥികർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ പാപങ്ങളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മറിഞ്ഞറിയമേ, സുസ്ഥികർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ പാപങ്ങളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മറിഞ്ഞറിയമേ, സുസ്ഥികർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ പാപങ്ങളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മറിഞ്ഞറിയമേ, സുസ്ഥികർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ പാപങ്ങളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മറിഞ്ഞറിയമേ, സുസ്ഥികർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ പാപങ്ങളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മറിഞ്ഞറിയമേ, സുസ്ഥികർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ പാപങ്ങളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മറിഞ്ഞറിയമേ, സുസ്ഥികർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ പാപങ്ങളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മറിഞ്ഞറിയമേ, സുസ്ഥികർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ പാപങ്ങളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മറിഞ്ഞറിയമേ, സുസ്ഥികർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ പാപങ്ങളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങയുടെ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം രഹസ്യം, ഈശോ അവഹേളിക്കപ്പെടുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായെ ദൂതന്മാർ മുൾമുടി ധരിപ്പിച്ചതിനെ കുറിച്ച് ധ്യാനിക്കാം. പരിഹാസ വസ്ത്രങ്ങൾ ധരിപ്പിക്കപ്പെട്ടും മുൾക്കിരീടം ചാർത്തപ്പെട്ടും തിരുമുഖത്ത് തുപ്പൽ ഏറ്റും അപമാനിതനായ യേശുവിന്റെ യോഗ്യതയാൽ സുഖലോലുപതയും ആഡംബരവും ഉപേക്ഷിച്ച് അപമാനങ്ങളും പരിഹാസങ്ങളും എളിമയോടെ സ്വീകരിച്ചും എന്റെ അഹങ്കാരത്തിന് പരിഹാരം ചെയ്യുവാനുള്ള കൃപ എനിക്ക് ലഭിക്കുവാൻ ദൈവമാതാവെ പ്രാർത്ഥിക്കണമേ. Our Father who art in heaven, hallowed be thy name. Thy kingdom come, thy will be done on earth as it is in heaven. give us this day our daily bread, and forgive us our trespasses, as we forgive those who trespass against us, and lead us not into temptation, but deliver us from evil. Amen. Hail Mary, full of grace, the Lord is with you. Blessed are you amongst women, and blessed is the fruit of thy womb, Jesus. Holy Mary, Mother of God, pray for us sinners now and the hour of our death. Amen. Hail Mary, full of grace, the Lord is with you. Blessed are you amongst women, and blessed is the fruit of thy womb, Jesus. Holy Mary, Mother of God, pray for us sinners now and the hour of our death. Amen. Hail Mary, full of grace, the Lord is with you. Blessed are you amongst women, and blessed is the fruit of thy womb, Jesus. Holy Mary, Mother of God, pray for us sinners now and the hour of our death. Amen. Hail Mary, full of grace, the Lord is with you. Blessed are you amongst women, and blessed is the fruit of thy womb, Jesus. Holy Mary, Mother of God, pray for us sinners now and the hour of our death. Amen. Hail Mary, full of grace, the Lord is with you. Blessed are you amongst women, and blessed is the fruit of thy womb, Jesus. Holy Mary, Mother of God, pray for us sinners now and the hour of our death. Amen.
Hail Mary, full of grace, the Lord is with you. Blessed are you amongst women, and blessed is the fruit of thy womb, Jesus. Holy Mary, Mother of God, pray for us sinners now and the hour of our death. Amen. Hail Mary, full of grace, the Lord is with you. Blessed are you amongst women, and blessed is the fruit of thy womb, Jesus. Holy Mary, Mother of God, pray for us sinners now and the hour of our death. Amen. Hail Mary, full of grace, the Lord is with you. Blessed are you amongst women, and blessed is the fruit of thy womb, Jesus. Holy Mary, Mother of God, pray for us sinners now and the hour of our death. Amen. Hail Mary, full of grace, the Lord is with you. Blessed are you amongst women, and blessed is the fruit of thy womb, Jesus. Holy Mary, Mother of God, pray for us sinners now and the hour of our death. Amen. Hail Mary, full of grace, the Lord is with you. Blessed are you amongst women, and blessed is the fruit of thy womb, Jesus. Holy Mary, Mother of God, pray for us sinners now and the hour of our death. Amen. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങയുടെ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാലാം രഹസ്യം, ഈശോ കുരിശു ചുമക്കുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ട ശേഷം തന്റെ അധികാര അപമാനവും വ്യാകുലവും ഉണ്ടാക്കിയതിനു വേണ്ടി തന്റെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടതിനെ കുറിച്ച് ധ്യാനിക്കാം. മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന തിരുവെഴുത്ത് നിറവേറ്റിക്കൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് സർവരെയും മോചിപ്പിക്കാൻ കുരിശുമരണം ഏറ്റെടുത്ത യേശുവിന്റെ യോഗ്യതയാൽ ശാപഭയത്തിൽ നിന്ന് മോചനവും കുരിശുകൾ സ്വീകരിക്കുവാനുള്ള സന്നദ്ധയും എനിക്ക് ലഭിക്കാനായി ദൈവമാതാവെ പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഓ എന്റെ ഈശോയെ, എന്റെ പാപം ക്ഷമിക്കണമേ. നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശേഷിച്ച് അങ്ങയുടെ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഞ്ചാം രഹസ്യം,
തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട ശേഷം ഈശോ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹ ഗോകുൽത്താ മലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ തന്റെ ദിവ്യമാതാവിന്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടതിനെ കുറിച്ച് ധ്യാനിക്കാം. പാപങ്ങൾക്കു വേണ്ടി എന്നേക്കുമായി ഏക ബലിയർപ്പിച്ച് വിശുദ്ധീകരണം സാധിച്ച യേശുവിന്റെ യോഗ്യതയാൽ പാപജീവിതത്തോടെ എന്നേക്കുമായി വിട പറയാനുള്ള കൃപ എനിക്ക് ലഭിക്കാനായി ദൈവമാതാവെ പ്രാർത്ഥിക്കണമേ. Our Father who art in heaven, hallowed be thy name. Thy kingdom come, thy will be done on earth as it is in heaven. Give us this day our daily bread, and forgive us our trespasses, as we forgive those who trespass against us. And lead us not into temptation, but deliver us from evil. Amen. Hail Mary, full of grace, the Lord is with you. Blessed are you amongst women, and blessed is the fruit of your womb, Jesus. Holy Mary, Mother of God, pray for us sinners now and the hour of our death. Amen. Hail Mary, full of grace, the Lord is with you. Blessed are you amongst women, and blessed is the fruit of your womb, Jesus. Holy Mary, Mother of God, pray for us sinners now and the hour of our death. Amen. Hail Mary, full of grace, the Lord is with you. Blessed are you amongst women, and blessed is the fruit of your womb, Jesus. Holy Mary, Mother of God, pray for us sinners now and the hour of our death. Amen. Hail Mary, full of grace, the Lord is with you. Blessed are you amongst women, and blessed is the fruit of your womb, Jesus. Holy Mary, Mother of God, pray for us sinners now and the hour of our death. Amen. Hail Mary, full of grace, the Lord is with you. Blessed are you amongst women, and blessed is the fruit of your womb, Jesus. Holy Mary, Mother of God, pray for us sinners now and the hour of our death. Amen. Hail Mary, full of grace, the Lord is with you. Blessed are you amongst women, and blessed is the fruit of your womb, Jesus. Holy Mary, Mother of God, pray for us sinners now and the hour of our death. Amen. Hail Mary, full of grace, the Lord is with you. Blessed are you amongst women, and blessed is the fruit of your womb, Jesus. Holy Mary, Mother of God, pray for us sinners now and the hour of our death. Amen. Hail Mary, full of grace, the Lord is with you. Blessed are you amongst women, and blessed is the fruit of your womb, Jesus. Holy Mary, Mother of God, pray for us sinners now and the hour of our death. Amen. Hail Mary, full of grace, the Lord is with you. Blessed are you amongst women, and blessed is the fruit of your womb, Jesus. Holy Mary, Mother of God, pray for us sinners now and the hour of our death. Amen. Hail Mary, full of grace, the Lord is with you. Blessed are you amongst women, and blessed is the fruit of your womb, Jesus. Holy Mary, Mother of God, pray for us sinners now and the hour of our death. Amen. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെപ്പോലെ എപ്പോഴും നീക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശേഷിച്ച് അങ്ങയുടെ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മീഖായേലെ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, ദേവാത്മാവായ വിശുദ്ധ യോസേപ്പ് പിതാവേ, സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, മോർ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മോർ തോമായെ, ഞങ്ങൾ വലിയ പാപികളാണ്, എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ 53 മണി ജപം നിങ്ങളുടെ സ്തുതികളോട് കൂടി പരിശുദ്ധ ദേവമാതാവിന്റെ തൃപ്പാദത്തിങ്കൽ ഏറ്റവും വലിയ ഉപകാരമായി കാഴ്ചവെക്കാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അവതരിച്ച ദൈവപുത്രന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്ത വിരക്തിയുള്ള മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കളങ്കമറ്റ കന്യകയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യത്വത്തിന് ഭംഗം വരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സദ്ബുദ്ധിയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൃഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിവേകമതിയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിക്ക് യോഗ്യയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വല്ലഭിയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശ്വസ്തയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ആനന്ദത്തിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആധ്യാത്മിക പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പനിനീർ പുഷ്പമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗത്തിന്റെ വാതിലെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രഭാത നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആരോഗ്യമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പീഡിതരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രവാചകന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ത്രീഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്തസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബന്ധകരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമരോത്ഭവയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരൂപതയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദിവ്യ ചുമരാട്ടി മുട്ടിയിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദിവ്യ ചുമരാട്ടി മുട്ടിയിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദിവ്യ ചുമരാട്ടി മുട്ടിയിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വര പുണ്യപൂർണ്ണയ മാതാവേ, ഇത് അങ്ങയുടെ പക്കൽ ഞങ്ങൾ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ യാചനകൾ അങ്ങ് നിരസിക്കല്ലേ. ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മേ, സകല ആപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശ്വമിശയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരസ്തേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ ദൈവമേ, നിന്റെ ഏകജാതൻ തന്റെ ജീവിതവും മരണവും ഉയർപ്പും വഴി ഞങ്ങൾക്ക് വേണ്ടി നിത്യസമ്മാനം നേടി. പരിശുദ്ധ കന്യമരത്തിൽ സ്തുതിക്കാനുള്ള ജപമാലയുടെ ഈ രഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് അവ ഉൾക്കൊള്ളുന്നവ അനുകരിക്കുവാനും അവ വാഗ്ദാനം ചെയ്യുന്നവ പ്രാപിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണം എന്ന് ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമീൻ. പരിശുദ്ധ രാജ്ഞി, കരുണ മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണമേ സ്വസ്തി. ഹവയുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിന്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നെടിയൂർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥയെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായി ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യം മധുരം നിറഞ്ഞ മറിയമേ, ആമേൻ. പ്രാർത്ഥിക്കാം. സർവശക്തി നിത്യനുമായ സർവേശ്വര, ഭാഗ്യവതിയെ മറിയത്തിന്റെ ആത്മാവും ശരീരവും അങ്ങയുടെ ദിവ്യപുത്രന് യോഗ്യമായി വാസലമാക്കാൻ ആദ്യം തന്നെ അങ്ങ് തീരുമാനിച്ചുവല്ലോ. ആ ദിവ്യമാതാവിനെ ഓർത്ത് ആനന്ദിക്കുന്ന ഞങ്ങൾ അവരുടെ അനുഗ്രഹമേറിയ അപേക്ഷകളാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിൽ നിത്യമനിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ കൃപ നൽകണമേ. ഈ അപേക്ഷകൾ ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുമുഖത്തെ പ്രതി ഞങ്ങൾക്ക് തരണമേ. ആമീൻ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കല്പത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാതൃഷ്ടം അപേക്ഷിച്ചവരിൽ ഒരുവിനെങ്കിലും ഉപേക്ഷിതമായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കനികളുടെ രാജ്ഞിയായ കന്യകയെ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്താൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തിൽ ഞാൻ അണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യം കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയപൂർവ്വം കേട്ട് അറിയണമേ. ആമേൻ. നമ്മൾ ചൊല്ലിയ ജപമാല, അതിലെ ദുഃഖത്തിന്റെ 5 ദിവ്യരഹസ്യങ്ങളെ കുറിച്ച് നമ്മൾ ധ്യാനിച്ചപ്പോൾ നമുക്ക് ലഭിച്ച വിചിന്തനങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളിലാണെങ്കിലും ഈശോയുടെ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അതിനെ സ്വീകരിക്കണമെന്നുള്ള ആ ഒരു ഉൾക്കാഴ്ചയൊക്കെ നമുക്ക് ഈ ജപമാല സമർപ്പണത്തോട് ചേർത്ത് വയ്ക്കാം. പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ ആ ജപമാലയെ നമ്മൾ ഓർക്കുന്നത് എപ്പോഴും ഈശോയുടെ രഹസ്യങ്ങളാണെന്ന് ഓർക്കാം. അതിനെ ധ്യാനിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥവും കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഒരു ജപമാല പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് ഈ ദുഃഖത്തിന്റെ 5 രഹസ്യങ്ങളെ ധ്യാനിക്കുവാൻ നമ്മളെ പരിശുദ്ധ അമ്മ പഠിപ്പിച്ചു എന്ന് നമുക്ക് ഓർക്കാം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ യോഗ്യതയോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ജപമാല ഈ കുടുംബത്തിന് വേണ്ടിയും കുടുംബങ്ങൾക്ക് വേണ്ടിയും അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി നമുക്ക് കാഴ്ചവെക്കാം. ഈശോയെ നോക്കിക്കൊണ്ട് ഈശോയുടെ സന്നിധി നമുക്ക് ആയിരിക്കാം. ഈശോ എന്ന ഈ ദേവാലയത്തിൽ ദിവ്യകാരുണ്യമായി ഇവിടെ എഴുന്നള്ളിയിരിക്കുന്നത് നമ്മുടെ ഈ സമൂഹത്തിന് വേണ്ടി മുഴുവൻ വേണ്ടിയാണ് നമുക്ക് ഓർക്കാം. ഈ ഒരു ദേവാലയത്തിന്റെ ഈ ഒരു ഇടവകയുടെ ചുറ്റും നമുക്കറിയാം, അതിനൊരു ബൗണ്ടറി ഉണ്ട്. അതിനുള്ളിലുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുവാൻ നമുക്ക് ഇവിടെ സന്നിഹിതനായി മാധ്യസ്ഥം അപേക്ഷിക്കുവാനായ ഒരു ദേവാലയം നമുക്ക് നൽകി. അതുകൊണ്ട് തന്നെ ഇവിടെ എഴുന്നള്ളിച്ച് ഈശോയെ എഴുന്നള്ളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ഈ ഒരു ദേവാലയത്തിന്റെ മുഴുവൻ സ്ഥലങ്ങളെയും അതോടൊപ്പം തന്നെ
ഈ ദേവാലയത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളും വസിക്കുന്ന ആ സ്ഥലത്തെയും എല്ലാം ഉചിതനായ ഈശോ, സ്ഥലകാലം പരിമിതിയില്ലാത്ത ഈശോ ഇന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ദിവ്യകാരുണ്യത്തെ നമുക്ക് നോക്കാം. ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നും ശക്തി പ്രവഹിക്കുന്നതായി നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം. അങ്ങനെ ഈശോയുടെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ജപമാലയിലൂടെയൊക്കെ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കൂടുതൽ നമ്മുടെ നിയോഗങ്ങൾ ഈശോയ്ക്ക് സമർപ്പിക്കുകയായിരുന്നു. ഇനി നമ്മുടെ ഈശോയെ ശ്രമിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഈശോയിൽ നിന്നും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് ഓർക്കാം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ തന്റെ പരസ്യ ജീവിത കാലത്ത് ദൈവപുത്രനായ യേശു ശിഷ്യന്മാരോടും അവിടെയുള്ള ആളുകളോടും ഒക്കെ പ്രസംഗിച്ചു നടന്ന സുവിശേഷം, ഗുഡ് ന്യൂസ്, അത് ഇന്നും മാനവരാശിക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ്. അവിടുത്തെ വചനങ്ങൾ നമ്മളെ ആശ്വസിപ്പിക്കുന്നതാണ് എന്നുള്ളത് ഓർത്തുകൊണ്ട് അവിടുത്തെ വചനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കേണ്ടത്. അവിടുത്തെ വചനങ്ങൾ എൻ്റെ ജീവിതത്തിൽ പ്രകാശം നൽകുന്നുണ്ട്, എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നുണ്ട്, എൻ്റെ മനസ്സിനെ ഒന്നുകൂടെ ഉന്മേഷമുണ്ടാക്കുന്നുണ്ട്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ദൈവത്തിന്റെ വചനം അതിനെ പൂർണ്ണമായി നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ അത് നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള ശക്തി നൽകുന്നുണ്ട്. അതുകൊണ്ട് ഏത് പ്രതിസന്ധിയിലും വചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ ഈശോ തന്നെയാണ് നമ്മളോട് സംസാരിക്കുന്നത് എന്നുള്ള ബോധ്യത്തിലോട്ട് നമുക്ക് കടന്നു വരികയും ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ ഈശോയോട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഈശോയെ, ഈ വചനത്തിന്റെ പൊരുളിലേക്ക് വെളിപ്പെടുത്തി തരണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്റെ മേൽ അയച്ചുകൊണ്ട് എന്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഈ വചനങ്ങൾ വായിക്കുമ്പോൾ എന്റെ ഹൃദയം ജ്വലിക്കുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തിരുവചനം ശ്രമിക്കാനായിട്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 35 മുതൽ 44 വരെയുള്ള തിരുവചനങ്ങൾ. നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇതൊരു വിജന പ്രദേശമാണല്ലോ, സമയവും വൈകിയിരിക്കുന്നു. ചുറ്റുമുള്ള നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് എന്തെങ്കിലും വാങ്ങി ഭക്ഷിക്കാൻ അവരെ പറഞ്ഞയക്കുക. അവൻ പ്രതിവചിച്ചു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക. അവർ പറഞ്ഞു, ഞങ്ങൾ ചെന്ന് 200 ദിനാറയ്ക്ക് അപ്പം വാങ്ങിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുകയോ. അവൻ ചോദിച്ചു, നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട്? ചെന്ന് നോക്കുകയും. അവർ ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു, 5 അപ്പവും 2 മീനും. പുൽത്തകിടിയിൽ കൂട്ടം കൂട്ടമായി ഇരിക്കാൻ അവൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. 150 വീതമുള്ള കൂട്ടങ്ങളായി അവരിരുന്നു. അവൻ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗ്ഗത്തിലേക്ക് നോക്കി കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അപ്പം മുറിച്ചതിന് ശേഷം ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ആ 2 മീനും അവൻ എല്ലാവർക്കുമായി വിഭജിച്ചു. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന അപ്പക്കഷ്ണങ്ങളും മീനും 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. അപ്പോൾ ഭക്ഷിച്ചവർ 5000 പുരുഷന്മാരായിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിലേറെ സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മുടെ വിശുദ്ധ ഗ്രന്ഥഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. ഈശോ നമ്മളോട് സംസാരിക്കുകയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഈശോ സംസാരിക്കാറുണ്ട്. പക്ഷേ ഞാൻ പലപ്പോഴും ആ ഒരു ശബ്ദത്തിന്, ഈശോയുടെ സ്വരത്തിന് ഞാൻ കാതോർക്കാറില്ലാത്തത് കൊണ്ട് ഈശോ സംസാരിക്കുന്നത് എനിക്ക് അനുഭവപ്പെടുന്നില്ല. ഈശോ പല സംഭവങ്ങളിലൂടെ നമ്മളോട് ഇന്നും സംസാരിക്കുന്നുണ്ട്. ഇതിന് സമാനമായ പല സംഭവങ്ങളും ഈശോ നമുക്ക് നൽകുന്നുണ്ട്. നമ്മൾ ചെറുപ്പത്തിലേ നമ്മൾ കേട്ട ഒരു ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്ന ആ ഒരു സംഭവം ചെറുപ്പത്തിലേ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ദേവാലയങ്ങളിലൊക്കെ നമ്മൾ കടന്നു ചെല്ലുമ്പോഴും ആ ഒരു അതിന്റെ ചിത്തോരയിലാണെങ്കിലും മറ്റു ദേവാലയത്തിന്റെ മറ്റു ഭാവങ്ങളിലും വളർത്താതെയും ഒക്കെ കാണുന്ന പ്രതീകങ്ങൾ പലപ്പോഴും ഇങ്ങനെ 5 അപ്പവും 2 മീനിന്റേതായിരുന്നു. അതിന് പരമ്പരാഗതമായി ഒത്തിരിയേറെ പ്രാധാന്യമുള്ളത് കൊണ്ടും വീണ്ടും അത് വിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കുന്നത് കൊണ്ടും കൂടിയാണ് അപ്രകാരം അത് സൂക്ഷിച്ചു വെച്ചിരുന്നത്. അതുപോലെ ഇന്ന് നമുക്ക് ആ പ്രതീകങ്ങൾ നമ്മുടെ വെറുമൊരപ്പമറിക്കൽ നിന്നും വിശുദ്ധ കുർബാനയാവുന്ന അപ്പമറിക്കലിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്കറിയാം
അവിടെ ഈശോ ഒരു അത്ഭുതമാണ് പ്രവർത്തിക്കുക. അവിടെ ആ ഒരു അത്ഭുതത്തിന്റെ പ്രാധാന്യം ഇതാണ്. ഈശോയ്ക്കറിയാം ജനങ്ങളുടെ വിശപ്പ് പറഞ്ഞു എന്നുള്ളത്. അവര് ഇത്രയും സമയം ഈശോയുടെ വചനങ്ങളൊക്കെ കേട്ട് നേരം വൈകിയപ്പോൾ അവരെ പറഞ്ഞയക്കാനാണ് ശിഷ്യന്മാർ പറയുന്നത്. എന്നാൽ ഈശോ പറയുന്നു, അവർക്ക് നിങ്ങൾ ഭക്ഷിക്കാൻ കൊടുക്കുകയും. നമ്മളെപ്പോഴും ഹൃദയത്തിൽ സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ. നമ്മൾ വിശ്വാസം പകർന്നു കൊടുക്കുമ്പോൾ, നമ്മൾ പ്രസംഗിക്കുമ്പോൾ, നമ്മൾ കൺവെൻഷൻ നടത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവരോടൊക്കെ നമ്മൾ ഈ സ്നേഹത്തെ കുറിച്ചും കരുണയെ കുറിച്ചും നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ കാതലിനെ കുറിച്ചും ഒക്കെ പറയുമ്പോഴും ജീവിതത്തിലൂടെ കാണിക്കുമ്പോഴും ഒക്കെ അത് കാണിച്ചു കൊടുക്കുവാൻ അല്ലെങ്കിൽ അത് പകർന്നു കൊടുക്കുവാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് വിശക്കുന്നവന് അപ്പം കൊടുക്കുക എന്നുള്ളത്. നമ്മള് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും വലിയ ദൈവത്തിൽ നിന്ന് നമുക്ക് സ്വീകരിച്ചിട്ട്, ഈശോയുടെ മാതൃകയിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചിട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ് എന്ന കാര്യം ഓർക്കുക. ഇത് തന്നെയാണ് നമ്മൾ സെന്റ് തോമസ് ക്രിസ്ത്യൻ ട്രഡീഷനെ കുറിച്ച്, ഫാമിലി ട്രഡീഷനെ കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ ചെയ്യുന്ന ഓരോ ഭക്ഷണ നേർച്ചയും അത് ഊട്ട് നേർച്ചയാണ്, അല്ലെങ്കിൽ നമ്മൾ പാച്ചോറ് കൊടുക്കുന്നുണ്ട്, വീണ്ടും നമ്മൾ 12 ബോയ്സിനെ, ആൺകുട്ടികളെ വിളിച്ച്, ആണുങ്ങളെ വിളിച്ച് ശിഷ്യന്മാരുടെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ 12 സ്ത്രീഹന്മാരുടെ ഓർമ്മ അനുസരിച്ചുകൊണ്ട് അപ്രകാരം കൊടുക്കുന്നുണ്ട്. കൂട്ടുതിരുനാൾ ദിവസം അല്ലെങ്കിൽ മാർച്ച് 19 ഒരു കുടുംബത്തെ, പാവപ്പെട്ട ഒരു കുടുംബത്തെ വീട്ടിലോട്ട് ക്ഷണിച്ചുകൊണ്ട് തിരുക്കുടുംബത്തിന്റെ പ്രതീകമായി അവരെ ആദരിച്ച്, അവരെ ബഹുമാനിച്ച്, അവർക്ക് നല്ല ഭക്ഷണം കൊടുത്ത്, വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുത്ത്, വസ്ത്രം പോലും അവർക്ക് കൊടുത്ത് അവരെ പറഞ്ഞയക്കുന്ന ഒരു നല്ല പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. വീണ്ടും നമ്മുടെ എല്ലാ ഓഫീസിനോടുമനുബന്ധിച്ച് നടത്തുന്ന നേർച്ചകളെ നമുക്ക് ഓർത്തെടുക്കാം. ഇതിന്റെ എല്ലാം ആത്യന്തികമായി ഭക്ഷണി കഞ്ഞി കൊടുക്കുന്ന ആ ഒരു പാരമ്പര്യം, ഇതിന്റെ എല്ലാം ആത്യന്തികമായിട്ട് ഇതിന്റെ സന്ദേശമായി നിൽക്കുന്നത് ഈ ഒരു സംഭവമാണ്. ഈശോ വിശുന്നവരെ ഈശോ അപ്പം കൊടുത്ത് തൃപ്തരാക്കി. അതുകൊണ്ട് ഈശോയിൽ നിന്ന് ലഭിച്ച ഈ ഒരു പാരമ്പര്യമാണ് ആദിമ ക്രൈസ്തവ സമൂഹം മുതൽ നമ്മുടെ സെന്റ് തോമസ് ക്രിസ്ത്യൻ ട്രഡീഷനിലും വന്നു ചേർന്നിട്ടുള്ളതും ഇന്നും നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ആ വിശുദ്ധ ആർക്കും ഭക്ഷണം കൊടുക്കുമ്പോൾ ഓർക്കുക, ഈശോ ചെയ്ത ഒരു പ്രവൃത്തിയാണ് ഇന്ന് ഈ ഒരു ജീവിച്ചിരിക്കുന്ന ഈ ഒരു കാലത്ത് ഈശോ ചെയ്ത ഒരു പ്രവൃത്തി എന്നിലൂടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഓർക്കണം, ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്ത കാര്യങ്ങളും അതിൽ കൂടുതൽ നിങ്ങൾ ചെയ്യും. നമ്മൾ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നതിനും അപ്പുറമായി അത്രമാത്രം വലിയ വരങ്ങൾ മേടിച്ചുകൊണ്ട് എനിക്ക് അതിമാനുഷികമായ വ്യക്തിയായി മാറുന്നതിന് പകരം ഇപ്രകാരം ഈ എളിയ എന്നെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ഞാൻ ആയിരിക്കുന്ന ചുറ്റുവട്ടങ്ങളിലൊക്കെ എനിക്ക് ക്രിസ്തുവിനെ ഇപ്രകാരം പ്രസംഗിക്കാനായിട്ട് സാധിക്കും. വിശുദ്ധവന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുമ്പോൾ ക്രിസ്തു അമ്മ ചെയ്ത ആ ഒരു അത്ഭുതത്തിന്റെ അതിന്റെ പ്രതിഫലനം ഇന്നും ഈ ഭൂമിയിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നു. അതിലൂടെ ഇവിടെ നിവൃത്തിയാകും എന്നുള്ളൊരു ചിന്ത നമുക്ക് നമ്മുടെ ഈ ഒരു അവസരത്തിൽ ഓർത്തെടുക്കാം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ, നമ്മുടെ ഈ കൊറോണ ഔട്ട്ബ്രേക്കിന്റെ സമയത്തും ഇപ്രകാരം പലരും കഷ്ടപ്പെട്ട് ഇതിന് ജോലിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വേതനം അനുസരിച്ച് ജീവിച്ച ഒത്തിരിയേറെ കുടുംബങ്ങൾ ഇന്ന് പട്ടിണി നമുക്കറിയാം. അവർക്ക് റേഷൻ കടയിൽ പോയി വാങ്ങാൻ റേഷൻ കാണുമില്ലാത്ത ഒത്തിരിയേറെ വ്യക്തികൾ ഇങ്ങനെ പലരും സഹായിച്ച് ജീവിക്കുന്ന വ്യക്തികളുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ ഇടവകയെടുത്തൊരു തീരുമാനത്തിനോട് ചേർത്ത് വെക്കാനായിട്ട് ആഗ്രഹിക്കുന്ന പ്രകാരമാണ് ഈ ഒരു ബാലൻ തന്റെ കയ്യിലുള്ള 5 അപ്പവും 2 മീനും സമർപ്പിച്ചപ്പോൾ അവിടെ ഈശോയ്ക്ക് അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ഈ ഇടവകയിൽ ഒരു വ്യക്തിയിലൂടെ ഇപ്രകാരം ഒരു ആശയം വരികയും അദ്ദേഹത്തിനെ കുറച്ച് സ്പോൺസർ ചെയ്യാമെന്ന് പറയുകയും ചെയ്തു. അത് ഈ ഇടവകയ്ക്ക് മുഴുവനായിട്ട് അത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 300 ഫാമിലികളെ ഒരു നേരത്തെ അല്ലെങ്കിൽ ആ ഒരു ഉത്തരമാത്രം ഒരു ഫുഡ് കിറ്റ് കൊടുത്തുകൊണ്ട് ഒരു ഏകദേശം 20 ദിവസം കഴിയുവാനുള്ള ഒരു ഫുഡ് കിറ്റ് നമ്മുടെ ഈ 300 ഫാമിലിയിൽ എത്തിക്കുവാനായിട്ട് സാധിച്ചതൊരു ചെറിയ കാര്യമല്ല. എങ്ങനെയാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്?
ദൈവത്തിന് വേണ്ടി ഞാൻ കൊടുക്കാനായിട്ട് തയ്യാറാകുമ്പോൾ, ദൈവത്തിന്റെ ആ പ്രവൃത്തി എന്നിലൂടെ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുമ്പോൾ സംഭവിക്കുന്ന ഈ വലിയ ഒരു മാറ്റത്തെയാണ് നമ്മൾ അത്ഭുതമായി നമ്മൾ കാണേണ്ടത്. നമ്മുടെ ചെറിയ ചെറിയ തുകകളും സംഭാവനകളും ഒക്കെയാണ് അതുകൊണ്ട് വന്നു ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സന്തോഷത്തോടുകൂടി നമ്മൾ ചെയ്ത ആ ഒരു കാരുണ്യ പ്രവൃത്തി, ഈശോ അപ്പം വർദ്ധിപ്പിച്ച് അന്ന് വന്ന 5000 പുരുഷന്മാർ ഉണ്ടായെന്ന് പറയുമ്പോൾ അതോടൊപ്പം തന്നെ അത്രയും തന്നെ ഏകദേശം സ്ത്രീകളും അല്ലെങ്കിൽ അതിൽ കൂടുതൽ കുട്ടികളും അവിടെ ഉണ്ടായിരുന്നുള്ളത്. അത്രയും ആളുകളെ സംതൃപ്തരാക്കാനായിട്ട് സാധിച്ചത് ഇന്നും നമുക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്ന് ഓർക്കുക. കാരണം ദൈവം നമ്മളെ സമ്പത്ത് തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർക്കാം, ഇത് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കണം. ആ 5 2 മീനും ആ ബാലൻ അത് വിട്ടുകൊടുക്കാൻ തയ്യാറായപ്പോഴാണ് ഇത്രമാത്രം ആളുകൾ സംതൃപ്തരായതെന്ന് നമുക്ക് ഓർക്കാം. ഈ ഒരു വിട്ടുകൊടുക്കലാണ് ഇന്ന് നമുക്ക് ആവശ്യമുള്ളത്. പലപ്പോഴും നമ്മൾ സ്വാർത്ഥതയുടെ മതിൽക്കെട്ടുകൾ കെട്ടിവെച്ചുകൊണ്ട് പണം ഉയർത്തിക്കൊണ്ട് നമ്മൾ ഒരിക്കലും നമുക്കുള്ളതിനപ്പുറത്തോട്ട് ചിന്തിക്കുവാനോ നമ്മുടെ ആ ഒരു കുടുംബത്തിന്റെ ഫ്ലാറ്റിന്റെ അപ്പുറത്തോട്ട് വിശക്കുന്നവരെ കാണുവാനോ ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കാനോ ഒന്നും നമ്മൾ തയ്യാറാകാതെ ഇരിക്കുമ്പോൾ അവിടെ ഒരു അത്ഭുതം നടക്കുന്നില്ല നമുക്ക് ഓർക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഒരുപക്ഷെ ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഏകദേശം ഒരു 1.5 മാസമായി നമ്മൾ പ്രകാരം ഇരിക്കാനായിട്ട് തുടങ്ങുന്നത്. നമുക്കറിയാം, നമ്മുടെ റിസോഴ്സുകളൊക്കെ നമ്മൾ കുറഞ്ഞു, അല്ലെങ്കിൽ സാലറികളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ചെലവുകളൊക്കെ ചുരുക്കി. ഒരുപക്ഷെ നമ്മുടെ ഭക്ഷണത്തിനൊക്കെ കുറച്ച് കറികളൊക്കെ എണ്ണമൊക്കെ കുറച്ച് ഒരു ചാറുകറിയും തോരക്കറിയും ഒക്കെ ഒതുക്കിയാൽ ഒരുപക്ഷെ എനിക്ക് മറ്റുള്ള വ്യക്തികൾക്ക് അതുപോലെ തന്നെ ഒരു ലഞ്ച് കൊടുക്കുവാനുള്ള കൃപ എനിക്ക് ലഭിക്കും. അത് ഞാൻ അവിടെ ഒന്ന് ചുരുങ്ങുമ്പോൾ അതിന്റെ നേട്ടം കിട്ടുന്നത് മറ്റുള്ളവർക്കാണെന്ന് നോക്കുക. വിശക്കുന്നവരുണ്ട്, നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ലഭിക്കുമ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ 210 കുടുംബങ്ങൾ അപ്രകാരം ചെയ്യുമ്പോൾ നമുക്ക് അത്ര തന്നെ വിശക്കുന്ന കുടുംബങ്ങൾക്ക് അവർക്കുള്ള അപ്പമായി നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് അർഹതയുള്ളവർക്ക്, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുവാനുള്ള വലിയൊരു കൃപ തരണമേ സമയം നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് ഓർക്കുക. അതുകൊണ്ട് യേശു കാണിച്ച ഈ വലിയ ബൃഹത്തായ ഈ ഒരു മാതൃക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വീകരിക്കാം. ഉള്ളത് കൊടുക്കുവാനുള്ള ആ ഒരു മനസ്സിനെ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ലോക്ക്ഡൌൺ കഴിയുമ്പോൾ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടാവും. നമ്മുടെ തന്നെ ഇടയിലുണ്ടാവും. സ്കൂൾ ഫീസ് കൊടുക്കാൻ പറ്റാത്ത വ്യക്തികൾ, അല്ലെങ്കിൽ പഠനം പൂർത്തിയാക്കാൻ പറ്റാത്ത വ്യക്തികൾ, ജോലി നഷ്ടപ്പെടുന്ന വ്യക്തികൾ, ബിസിനസ്സിൽ തകരുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊക്കെ ബുദ്ധിമുട്ടുന്ന വ്യക്തികൾ. പക്ഷെ നമുക്ക് ഒന്ന് അറിഞ്ഞ് സഹായിക്കുക, എനിക്കതിന് സംവിധാനങ്ങളുണ്ട് എന്ന കാര്യം ഓർക്കുക. അവിടെയും ഈ ബാലൻ ശിഷ്യന്മാർക്ക് കൊടുത്തതുപോലെ നമ്മുടെ ഇന്നും സഭയുടെ സംവിധാനങ്ങളിലൂടെ നാനാജാതി മതസ്ഥർക്ക് എത്തിച്ചു കൊടുക്കുന്ന കാരുണ്യ പ്രവൃത്തികളിൽ പങ്കാളിയാകുവാൻ ദൈവം എനിക്ക് സമ്പത്ത് നൽകി അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ബാലനെ പോലെ, ഈ ഒരു ആൺകുട്ടിയെ പോലെ എന്റെ അമ്മ എനിക്ക് വേണ്ടി ഭക്ഷിക്കുവാൻ വന്ന ആ ഒരു ഭക്ഷണത്തെയും 5 2 മീനിനെയും ഞാൻ ഈ ശിഷ്യന്മാർ വഴി അത് ഈശോയുടെ കയ്യിലെത്തുമ്പോൾ അത് അനേകർക്കുള്ള ഉപകാരമായി മാറും എന്നുള്ളത് നമുക്ക് ഓർക്കാം. അതുകൊണ്ട് നമ്മുടെ ചിലവുകളെയൊക്കെ ഒന്ന് ചുരുക്കി നമുക്ക് ഇപ്രകാരം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന വ്യക്തികളായി തീരാനായിട്ട് പരിശ്രമിക്കാം. ഇപ്രകാരം നമ്മുടെ ഒന്നുകൂടെ നല്ല മനുഷ്യത്വത്തിൽ വളരുവാൻ ഈശോ കാണിച്ചതെന്ന ആ ഒരു മനുഷ്യത്വമുണ്ട്. ദൈവപിതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഉരുകി ഇല്ലാതാകുന്ന, അല്ലെങ്കിൽ കുരിശിൽ ഒന്നും അല്ലാതായി തീരുന്ന മനുഷ്യാവതാരം വഴി തന്നെ ശൂന്യനാക്കിക്കൊണ്ട് അപ്രകാരം മറ്റുള്ളവർക്ക് വേണ്ടി ഇല്ലാതായി തീരുന്ന ഒരു സമൂഹമായി തീരുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മാത്രമാണ്, കർത്താവേ, ഞാൻ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിലും അല്ലെങ്കിൽ ചെയ്യാൻ എനിക്ക് സാധിക്കില്ലെങ്കിലും ഈ ഒരു ബാലൻ കാണിച്ചൊരു മാതൃകയുണ്ട്, ഈ കുട്ടിയുടെ മാതൃക. അപ്രകാരം എന്നെ തന്നെ കൊടുക്കുക. എനിക്ക് ലഭിച്ചത് എന്റെ അമ്മ അല്ലെങ്കിൽ അമ്മ ആ കൊച്ചിന് ഭക്ഷിക്കുവാൻ കൊടുത്തു വിട്ടതുപോലെ എനിക്ക് തന്നെ ഉപയോഗിക്കുവാനായിട്ട് അവകാശം എനിക്കുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. ഒരുപക്ഷെ എനിക്ക് 1-2 ലക്ഷം രൂപ ശമ്പളം ലഭിക്കുന്നത് കൊണ്ട്
എനിക്ക് എന്റെ കുടുംബത്തിന് ആവശ്യമായിട്ട് ജീവിക്കാനുള്ളതുണ്ടോ? ഉണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഇത്രയേറെ സമ്പാദിക്കാനായിട്ട് ദൈവം ബിസിനസ്സിലൂടെ അനുവദിച്ചതുകൊണ്ട് എനിക്ക് ഒത്തിരിയേറെ ഉണ്ടോ? ഉണ്ട്. നല്ല ജോലി തന്നതുകൊണ്ട് എനിക്കുണ്ട്. അതെനിക്ക് ഞാൻ തന്നെ അനുഭവിച്ചാലും ആരുമെന്ന് പറയും. പക്ഷേ ഈ ഒരു കുട്ടി കാണിച്ച മനോഭാവമാണ് ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ സ്വീകരിക്കേണ്ടത്. ദൈവത്തിൽ നിന്നുമാണ് ഞാൻ സ്വീകരിച്ചത്. എനിക്ക് ജോലിയുള്ളത് കൊണ്ട് എനിക്ക് സമ്പാദ്യമുണ്ട്. എനിക്ക് നല്ല ബിസിനസ് നന്നായിട്ട് വളർന്നപ്പോൾ എനിക്ക് അനേകരെ സഹായിക്കാനായിട്ട് അല്ലെങ്കിൽ മാന്യമായിട്ട് ജീവിക്കുവാനുള്ള വകകളൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് ഈ ഒരു കുട്ടി കാണിച്ച ആ ഒരു മനോഭാവമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ലോക്ക്ഡൌൺ കാലത്ത് നമ്മൾ പരിശീലിക്കേണ്ടത്. എനിക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഈശോയെ പഠിപ്പിക്കണമേ. ആ ഒരു മനോഭാവത്തിൽ നിന്നാണ് വിശുദ്ധ കുർബാനയെ നമ്മൾ പങ്കെടുക്കേണ്ടതും വിശുദ്ധ കുർബാനയായി തീരേണ്ടത്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഇത് വിശുദ്ധ കുർബാനയ്ക്കുള്ള ഒരു പ്രതീകമാണ്. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ ഈ ഒരു കുട്ടി കാണിച്ചു തന്ന ആ ഒരു മാതൃക നമുക്ക് സ്വീകരിക്കാം. ഈശോയെ ഓരോ വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോഴും എനിക്ക് ഒരു മുടക്കില്ലാത്ത ഒരു വിശുദ്ധ ബലി ഞാൻ അർപ്പിക്കുകയില്ല. ദാവീദിന്റെ വാക്കാണത്. ദാവീദ് വാഗ്ദാനവേടൻ വരുന്ന ആ ഒരു സ്ഥലം വാങ്ങാനായിട്ടാണ് ആഗ്രഹിച്ചത്. അപ്പോൾ അതിൽ ഉടമസ്ഥ പറയുന്നത് വേണ്ട, കർത്താവിന്റെ വേടല്ലേ. അപ്പോൾ ദാവീദ് നൽകുന്ന ഉത്തരമാണ്, എനിക്ക് നഷ്ടമില്ലാത്ത അല്ലെങ്കിൽ എനിക്ക് ഒന്നും ചെലവില്ലാത്ത ഒരു ബലി ഞാൻ ദൈവത്തിന് അർപ്പിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഓരോ ബലി അർപ്പിക്കാനായിട്ട് ദേവാലയത്തിൽ കൊണ്ടുവന്നപ്പോഴുള്ള അവസ്ഥയെ നമുക്ക് ഓർക്കാം. നമ്മൾ അത്രമാത്രം തീക്ഷ്ണതയോടെയാണ് വന്നത്. ഞാൻ നേരത്തെ എടുക്കുന്ന ഓരോ ചുവടുവയ്പും ഞാൻ ഈ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഒരുങ്ങുന്നതെല്ലാം ഇതാണ് എന്നെ സൂചിപ്പിക്കുന്നത്. ഞാൻ അവിടെ ചില ചിലവുകൾ ഞാൻ വഹിക്കുന്നുണ്ട്. എന്റെ ഉറക്കത്തെ ഞാൻ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ രാവിലെ എഴുന്നേറ്റ് അതിനുവേണ്ടി ഒരുങ്ങാനായിട്ട് സമയത്തെ ഞാൻ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. വീണ്ടും വണ്ടി ഓടിച്ചു വരുമ്പോൾ കുറച്ച് പെട്രോൾ ഞാൻ അവിടെ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. മറിച്ച് ഇവിടെ ഞാൻ ദേവാലയത്തിൽ എത്തുമ്പോൾ ആ സമയത്തെത്തി ഞാൻ അവിടെ ദേവാലയത്തിലാണെങ്കിലും ഞാൻ അവിടെ കൊടുക്കുന്നത് എന്റെ സമയവും എന്റെ ദൈവം തന്നിട്ടുള്ള ആ ഒരു ആഴ്ചയിലെ ഈ ഒരു സമയം ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ചിലവില്ലാത്ത ഒരു ബലി ഞാൻ അർപ്പിക്കരുത്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്തോത്ര കാഴ്ചയുടെ സമയമൊക്കെ പറയുന്നത്. എനിക്ക് എന്തെങ്കിലും അതിനോട് കൊടുക്കണം. ഈ ഒരു ദേവാലയം അതിന്റെ പ്രവർത്തനങ്ങളും എല്ലാം നടക്കുമ്പോഴും ഞാൻ അതുകൊണ്ടാണ് നമ്മൾ അതിനു വേണ്ടി കൊടുക്കുന്നത് എന്ന കാര്യം. അതുകൊണ്ട് എനിക്ക് ചിലവില്ലാത്ത ഒരു ബലി ഞാൻ അർപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മുടെ ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് വിശുദ്ധ കുർബാനയെ കുറിച്ച് നമുക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റാത്ത അവസരത്തിൽ നമ്മൾ ധ്യാനിക്കേണ്ട വിഷയം ഇതാണ്. ഇതുവരെ ഞാൻ ചെയ്തിരുന്ന ബലികളിൽ ഞാൻ ആവശ്യത്തിന് ഞാൻ ചിലവ് ഉള്ള ബലിയാണോ കർത്താവിന് അർപ്പിച്ചത്, കൊടുത്തത്? ഈ ബാലൻ വന്നിട്ട് ഈശോയ്ക്ക് തന്റെ അമ്മ അവന് വേണ്ടി കരുതി വെച്ച, അവന് വേണ്ടി കൊടുത്തു വിട്ട 5 അപ്പവും 2 മീനും അവൻ കൊടുത്തു. അവനറിയത്തില്ല അവന് വിശദീകരിക്കേണ്ടി വരുന്നത് ലോകത്തിൽ നിന്നാണോ, അല്ലെങ്കിൽ അവൻ പൂർണ്ണമായിട്ടും ഈശോയെ അനുഭവിച്ച വ്യക്തിയാകാം. അപ്രകാരം ഈശോയുടെ കയ്യിൽ കൊടുത്തത് വർദ്ധിക്കാതെ കുറയില്ലാതെ ബോധ്യമുണ്ടായ വ്യക്തിയാകാം. ആ ഒരു കുട്ടിയുടെ മനോഭാവം എനിക്കുണ്ടാകുവാൻ, അത് മറ്റുള്ളവരെ സഹായിക്കുന്നതിനുണ്ടാകുവാൻ, വിശുദ്ധ ബലി അർപ്പണ സമയത്ത് ഉണ്ടാകുവാൻ കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ആ കുട്ടിക്ക് നൽകുന്നൊരു പാഠം, അങ്ങനെ എനിക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഈശോയുടെ കൈകളിലോട്ട് അത് കൊടുക്കുമ്പോൾ ഒരുപക്ഷെ അനേകർക്ക് ഉപകാരമായി മാറും. ചില ഐഡിയകളൊക്കെ പങ്കുവയ്ക്കുമ്പോൾ അതിൽ സമൂഹത്തിന് തന്നെ ഉപകാരമുള്ളതായിട്ട് മാറുന്നതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടെ? അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾ, നമ്മൾ മാറ്റിവെക്കുന്ന സമൂഹ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഇടവക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയൊക്കെ ഞാനും നിങ്ങളും മാറ്റിവെക്കുന്ന ചില സമയങ്ങളും എന്റെ കഴിവുകളും എന്റെ പ്രവർത്തനങ്ങളും ചിലപ്പോൾ എനിക്ക് മാത്രമായി ഒരു മേഖലയെ കുറിച്ചൊക്കെ അറിയാവുന്ന അതൊക്കെ ഞാൻ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അന്ന് ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ ഇന്നും നടക്കുന്നുണ്ട്. അനേകം ആളുകളിലോട്ടാണ് അത് പകർന്നു പോകുന്നത്. അറിവിന്റെ തലങ്ങളാകാം, ജ്ഞാനത്തിന്റെ തലങ്ങളാകാം, പ്രാക്ടിക്കൽ നോളജ് ആകാം, വീണ്ടും അത് ആരോഗ്യപരമായ കാര്യങ്ങളാകാം, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തെ നിയന്ത്രിക്കുന്ന കാര്യങ്ങളാകാം. എന്തിനൊരു സെമിനാർ വന്നൊരാള് നല്ല രീതിയിൽ ആരോഗ്യത്തെ കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ പോലും അത് ഒരു കമ്മ്യൂണിറ്റി മുഴുവൻ ലഭിക്കുമ്പോഴും ഇതാണ് ചെയ്യുന്നത്. അവൻ ദൈവം ദാനമായി നൽകിയത് അവൻ മറ്റുള്ളവർക്കായി കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു മാറ്റം അതെല്ലാവരോടും അത് വ്യാപിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സമയം നമുക്ക് ചിന്തിക്കാം. ഒന്ന്, ഈ ഒരു
പങ്കുവെച്ച കുട്ടിയെ പോലെ എനിക്ക് ലഭിച്ചിട്ടുള്ള എൻ്റെ കഴിവ്, എൻ്റെ സമയം, വീണ്ടും എൻ്റെ സമ്പാദ്യം, ഇതെല്ലാം എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, ഞാൻ മറ്റുള്ളവർക്കും കൂടി അത് പങ്കുവയ്ക്കാനായിട്ടുള്ള ഒരു വിളി എനിക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. വിശക്കുന്നവരുടെ വിശപ്പ് മാറ്റുവാൻ, കരയുന്നവരുടെ കണ്ണീരൊത്തുവാൻ, ദാഹിക്കുന്നവരുടെ ദാഹം മാറ്റുവാൻ, നഗ്നനായ വ്യക്തിയെ ഉടുപ്പിക്കുവാൻ, രോഗികളായിട്ടുള്ള വ്യക്തികൾക്ക് ചികിത്സാ സഹായം നൽകിക്കൊണ്ട് അവരെ ആരോഗ്യത്തോട് കൊണ്ടുവരുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആശ്വസിപ്പിക്കുവാനും ഒക്കെ ഉള്ള ഒരു കടമ എനിക്കുണ്ട്. അതുകൊണ്ട് പൗലോസ് പറയുന്ന പോലെ ദൈവം നിങ്ങൾക്ക് ദാനമായി നൽകി, നിങ്ങളും അത് ദാനമായി മറ്റുള്ളവർക്ക് കൊടുക്കുക. അതുകൊണ്ട് ദൈവം എനിക്ക് നൽകിയതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ഈ ബാലൻ എന്നെ പഠിപ്പിക്കുന്നുണ്ട് എന്ന സത്യം നമുക്ക് ഓർക്കാം. ആ ഒരു മനോഭാവം എനിക്ക് തരണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും ആത്മീയ തലത്തിലോട്ട് ഈ ഒരു വചനത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതിന്റെ വിശുദ്ധ ബലി അർപ്പണമാണ്. അത് ഒരു ചെലവുള്ള ഒരു ബലി അർപ്പിക്കുവാൻ, എനിക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ ജീവിതത്തിൽ അതിനോട് ഒരുക്കമായിട്ട് കൊടുക്കുവാനുള്ള സന്നദ്ധതയോടുകൂടെ അത് ചെയ്യുവാനും എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ എനിക്കത് ചെലവ് കൊടുക്കുവാനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നമുക്ക് അല്പസമയം മൗനമായതുകൊണ്ട് നമ്മൾ കേട്ട ഈ വചനത്തെയും അതിന്റെ ദൈവം വെളിപ്പെടുത്തി തന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ഇതിനനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള തീരുമാനമെടുക്കുവാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന നിമിഷമാണിത്. ഇവിടെ കേട്ട വചനത്തിൽ ഒന്നുകൂടെ ഹൃദയത്തോട് സ്വീകരിക്കുവാൻ ഈ ഒരു ബാലന്റെ മനോഭാവം അനുസരിച്ച് കൊടുക്കുവാനുള്ള കൃപ തരണമേ നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. ഇതിനാളുടെ ഈശോയുടെ സന്നിധിയെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഏറ്റവും രണ്ട് നീളം വർദ്ധിപ്പിച്ച് അനേകം ആളുകളുടെ വിശപ്പ് മാറ്റിയ തമ്പുരാൻ നമ്മുടെ സന്നിധിയിലുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഈശോയുടെ സന്നിധി സമർപ്പിക്കണം. ഈശോ നമ്മുടെ വിശപ്പിന് അപ്പമായും നമ്മുടെ ദാഹത്തിന് ഒരിക്കലും പിന്നീട് ദാഹിക്കാത്ത രീതിയിലുള്ള ജീവന്റെ ജലം നൽകിയും നമ്മുടെ ആത്മാവിനെ അഭിഷേകം ചെയ്തുമൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളെ ഈശോ സംതൃപ്തമാക്കും. അപ്രകാരം വിശുദ്ധമായ ആഗ്രഹമാകണമെന്ന് മാത്രം ഈ ഒരു നിമിഷം നമുക്ക് ഈശോയുടെ സന്നിധിയിൽ നമ്മുടെ ഏറ്റവും അത്യാവശ്യമായ നിയോഗങ്ങളെ നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഈ കൊറോണ ഭീതിയിൽ നിന്നും കർത്താവേ ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ. ഈ ഒരു രോഗത്തെ പ്രതിരോധിക്കുവാനുള്ള കൃപ, ശക്തി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. പ്രത്യേകിച്ച് അതിനു വേണ്ടി നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഡോക്ടർമാരെ, നഴ്സുമാരെ, ഞങ്ങളുടെ സിവിൽ അതോറിറ്റീസിനെ, ഞങ്ങളുടെ ഗവൺമെന്റിനെ ഒക്കെ സമർപ്പിക്കുന്നു. ഈശോയെ, എത്രയും വേഗം അവരുടെ പ്രവർത്തനത്തിന് ഫലമായി അങ്ങയുടെ ജ്ഞാനം അയച്ചുകൊണ്ടതിനെതിരെയുള്ള വാക്സിനുകൾ കണ്ടുപിടിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ പല വിധത്തിലുള്ള ആകുലതകളിലാണ്. കാരണം ജോലിയെക്കുറിച്ചും അതുപോലെ പഠനത്തെക്കുറിച്ചും ചിലപ്പോൾ ചില കുട്ടികളുടെ ഒരു വർഷം തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ ഇത് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ പോയാൽ എന്ന് ഞങ്ങൾക്കറിയാം. ഈശോയെ, ഞങ്ങളുടെ ഈ ഒരു അസ്വസ്ഥതകൾ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഈ ലോകത്തെ മുഴുവൻ ആൾക്കാരെയും മുന്നിൽ കണ്ടുകൊണ്ടാണ് അങ്ങ് വിശന്നവരുടെ ആ ഒരു വിശപ്പ് മനസ്സിലാക്കിയതുപോലെ ഇന്ന് ഞങ്ങളുടെ ഈ ഒരു നിയോഗങ്ങളെ കാണണമേ. ഞങ്ങളുടെ ഹൃദയത്തെ കണ്ട് ഞങ്ങളുടെ ഓരോ ഈ ഞങ്ങളെ അസ്വസ്ഥതപ്പെടുത്തുന്ന, ഞങ്ങളുടെ ഒരിക്കലും മാനുഷികമായ ഒരു പരിഹാരം, നിയന്ത്രണം സാധ്യമല്ല എന്ന് ഞങ്ങൾക്കറിയാം. കർത്താവേ, ഈ ലോകത്തോട് കരുണ കണ്ടുകൊണ്ട് കരുണ കാണിച്ചുകൊണ്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ദിവസം പ്രത്യേകമായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ മദർ തെരേസ യൂണിറ്റിലെ 15 കുടുംബാംഗങ്ങളെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. എബ്രഹാം PC and family, Dallas Joseph and family, Joe Chaco and family, Jacob Anthony and family, Joseph Chaco and family, Joji M. Joey and family, Joey Chaco and family, Joey Ori and family, Raj Philip and family, Ronald Anthony and family, Naveen Raju and family, Shipin Davis and family, Sumish Jones and family, Thomas Anthony and family, Chandni and family. ഈ കുടുംബങ്ങളെയും ഇവരുടെ നിയോഗങ്ങളെ നമുക്ക് സമർപ്പിക്കാൻ ഈശോയുടെ സന്നിധിയിൽ. അതോടൊപ്പം തന്നെ ഈ ഒരു ആരാധന പങ്കുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളുടെയും
നമ്മൾ ഇന്ന് സൈമണിക്കിന്റെയും അവരുടെ ഓരോ കുടുംബാംഗങ്ങളുടെ നിയോഗങ്ങളും വേണ്ടി നമ്മൾ വിശ്വാസത്തെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നു. നമ്മുടെ ഈ വ്യക്തിപരമായ നിയോഗം വിശ്വാസത്തെ സമർപ്പിക്കണം. ഇടവകയിൽ നമ്മൾ ഒരുമിച്ച് കൂടി ബലിയർപ്പിക്കുന്ന ആ ഒരു ദിവസം വേഗം സംജാതമാകണമേ എന്ന് ഈശോയുടെ ഉള്ളു തുറന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കും. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സരസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സരസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുഷ്യനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാഴണം മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാതൻ ദിവ്യദിനം വാഴ്ത്തിടുവിൻ. മരനിരയായുള്ളിരിതരും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാം കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാം ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിതമാനാം തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം കന്യകൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുഷ്യനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ.